പ്രൈസ് ദി ലോർഡ്. ഒരു ശാഖ വൃക്ഷത്തോടു കൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് ഫലം പുറപ്പെടുവിക്കുന്നത്, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ മനുഷ്യ ശരീരത്തിലെ ഓരോരോ അവയവങ്ങൾ ആ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളും കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും ഫലപ്രദമായിട്ട് തീരുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനം 90-17 വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കാനായിട്ട് സാധിക്കും: ദൈവമായ കർത്താവിൻ്റെ കൃപ എൻ്റെ മേലുണ്ടാകട്ടെ, അതുവഴിയായിട്ട് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ഫലമണിയട്ടെ. പിന്നെ നെക്സ്റ്റ് പറയുവാണ്, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ സുസ്ഥിരമാകട്ടെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഫലമണിയുന്നതും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ സുസ്ഥിരമാകുന്നതും എപ്പോഴാണ്? ദൈവകൃപ നമ്മുടെ മുകളിലുണ്ടാകുമ്പോഴാണ്. എങ്ങനെയാണ് ദൈവകൃപ നമ്മളുടെ മുകളിലേക്ക് വരുന്നത്? നമ്മൾ പറയും നല്ല കൃപയുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നല്ലൊരു കൃപ നമ്മുടെ മുകളിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. എങ്ങനെയാണ് ഈ കൃപ നമുക്ക് ലഭിക്കുന്നത്? വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിലുള്ള വിശ്വാസം, യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിലൂടെയാണ് ദൈവകൃപയിൽ നമുക്കായിരിക്കാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിലുള്ള യഥാർത്ഥത്തിലുള്ള വിശ്വാസം നമ്മൾ ദൈവവചനം അനുസരിച്ച് ജീവിച്ചു പോകുമ്പോഴേക്കുമാണ്. അപ്പോൾ ഒരു വ്യക്തി ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോഴേക്കും അവൻ യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിലേക്ക് വരികയും ദൈവകൃപ ആ വ്യക്തിയിലേക്ക് സമൃദ്ധമായി നിറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ടും ദൈവകൃപയിലായിരിക്കാനായിട്ട് സാധിക്കും. ദൈവകൃപയിലായിരിക്കുന്ന ഒരു വ്യക്തി താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ഫലമണിയുകയും താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും സുസ്ഥിരമായിരിക്കാനായിട്ടും സാധിക്കും. ഒരു ശാഖ തൻ്റെ വൃക്ഷത്തിനോട് ചേർന്നിരിക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ തന്നെ നമ്മളും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കും. ആ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മറ്റുള്ള പല കാര്യങ്ങളിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. മറ്റുള്ള പല കാര്യങ്ങളിലൂടെയും നമുക്ക് വിജയം വരുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചേക്കാം, പക്ഷെ അത് സുസ്ഥിരമായിട്ടുള്ളതല്ല. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ 100% ഫലം പുറപ്പെടുവിക്കുകയും അതുപോലെ തന്നെ ഈ ലോകത്തിൽ ക്രിസ്തു നമുക്കായിട്ട് നിയോഗിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ജീവിക്കാനും ദൈവകൃപയിൽ എന്നാളും നിറഞ്ഞു നിൽക്കുവാനായിട്ടും കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.